നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പഴുത്ത മാങ്ങ, നാട്ടുമാങ്ങ പഴുത്തതെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാമല്ലോ, മാമ്പഴ കൂട്ടാൻ വയ്ക്കാം, എല്ലാവർക്കും വെറുതെ ഇങ്ങനെ നമുക്ക് ചപ്പി കുടിക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സാധനമാണ് ചക്കര മാങ്ങ അല്ലേ. മാമ്പഴ കൂട്ടാൻ ഉണ്ടാക്കണ പഴുത്ത മാങ്ങ, കുഞ്ഞു മാങ്ങ കുറച്ച് കിട്ടിയിട്ടുണ്ട് എനിക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് മാങ്ങ നമുക്ക് സൂക്ഷിച്ചെടുത്ത് വയ്ക്കാം. നമ്മളിപ്പോൾ കടുമാങ്ങ ഉണ്ടാക്കി സൂക്ഷിക്കുന്നു, ഉലുവ മാങ്ങ ഉണ്ടാക്കുന്നു, അതുപോലെ ഉപ്പുമാങ്ങ ഉണ്ടാക്കുന്നു, അച്ചാറുകൾ ഉണ്ടാക്കുന്നു, പലതരത്തിലുണ്ടാക്കി സൂക്ഷിക്കുന്നത് പോലെ തന്നെ പഴുത്ത മാങ്ങ കുറച്ച് നമുക്ക് സൂക്ഷിച്ച് വെക്കാമെന്ന് വിചാരിക്കുന്നു ഞാൻ. അപ്പോൾ ഇതെങ്ങനെയാണ് വെക്കണമെന്ന് വെച്ചാൽ, ഇങ്ങനെ ഞാൻ ഇതുപോലെ വെച്ചാൽ 2 വർഷം വരെ ഇരിക്കും ചിലപ്പോൾ. ഇത് ഉണ്ടെങ്കിൽ കേട്ടോ, ഉറപ്പായിട്ടും മിക്കവാറും അതെടുത്ത് കഴിക്കും നമ്മൾ. അല്ലെ, കുറേ നാൾ ഇരിക്കുന്നതുകൊണ്ടും ഒരു കുഴപ്പമില്ല. ഞാനിങ്ങനെ സൂക്ഷിച്ച് വെക്കാറുള്ളതാണ്. വളരെ ഭംഗിയായിട്ട് ഇതിനെ സൂക്ഷിച്ച് വെക്കാം നമുക്ക് കേട്ടോ. വെറുതെ തിന്നാം, മാമ്പഴ കൂട്ടാൻ വയ്ക്കാം, അങ്ങനത്തെ കുറേ കാര്യം ഇല്ലാത്ത സമയത്ത് അതൊക്കെ ചെയ്യാം. നമുക്കങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. നോക്കൂ, വരൂ. ഇത് ഇന്ന് രാവിലെ എനിക്ക് കിട്ടിയ മാങ്ങയാണ്. മാവിൻ്റെ ചോട്ടിൽ നിന്ന് പറക്കെടുത്താണ്. താഴെ വീണത് കുറച്ചൊക്കെ പൊട്ടിയിട്ടുണ്ട്. കല്ലിൽ വീണപ്പോൾ പുല്ലിൽ വീണതിന് ഡാമേജ് ഒന്നും ഇല്ല. എന്തായാലും ഞാനിത് പറക്കെടുത്ത് കഴുകി എടുത്തു വെച്ചു. ഇനി അതിനെ നമുക്ക് ചെത്തിയിട്ട് തൊലിയൊക്കെ ഒന്ന് കളയാം. അതായത് ഇതിൻ്റെ മൂക്ക് ചെത്തിയിട്ട് തൊലി പൊളിച്ച് കളയാം. ഇതുപോലെ അങ്ങോട്ട് ഉണ്ട്, തൊലി കയറി കളഞ്ഞു. ഒരു പ്ലേറ്റ് നിറയെ മാങ്ങയുണ്ട് കേട്ടോ, പഴുത്ത മാങ്ങ. എന്താ നല്ല മാങ്ങയെന്നറിയോ, അത് സൂപ്പർ മാങ്ങ. കാര്യം ചെയ്യാം, നമുക്കതിനെ സൂക്ഷിച്ച് വയ്ക്കാം. എങ്ങനെയാണെന്നറിയോ, ഇങ്ങനെ നമ്മളിതിനെ ആദ്യം തന്നെ കുക്കറിലേക്ക് ഇട്ടു. ഇന്ന് വേവിച്ച് വെക്കണം. പച്ചയ്ക്ക് സൂക്ഷിക്കണേക്കാൾ നല്ലത് ഇങ്ങനെ വെക്കുന്നതാണ് സേഫ്. കുക്കറിൽ നിറയെ ഉണ്ട്. ഇനി നമ്മളിത് വേവിക്കണമല്ലോ. ഉപ്പിടുക, കുറച്ച് ഉപ്പിടുക. പിന്നെ മഞ്ഞൾപ്പൊടി, കാറ്റത്ത് പറന്നതാട്ടോ, ഫാനിട്ടുണ്ടേ. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ഇട്ടു. ഉപ്പും മഞ്ഞൾപ്പൊടിയായി. ഇനി ശർക്കര ഇടാം കേട്ടോ. മധുരത്തിന് ഒരു 2 ബെല്ലം ശർക്കര. ഇത് ചെറിയ ബെല്ലമാണ്. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന് വലുതായിരുന്നു കേട്ടോ. ശർക്കര ഇടാം, 2 or 3 ബെല്ലം ശർക്കര ഇടാം. പിന്നെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കാം. എന്താണെന്ന് വെച്ചാൽ അത് വേവുമ്പോൾ ചിലപ്പോൾ അടി പിടിക്കും. അപ്പോൾ വെള്ളം എന്തായാലും ഒഴിക്കണം. അടച്ചു അടുപ്പത്ത് വെച്ചിട്ട് ഒരു 2 വിസിൽ വരുത്തുക. തീ കത്തിച്ചു, 2 വിസിൽ വരട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് ഓഫാക്കാം. വിസിലൊക്കെ വന്നു. കുറച്ച് നേരമായിട്ടോ വിസിൽ വന്നിട്ട്. ഞാനിത് വീണ്ടും അടുപ്പത്ത് വെച്ച വെള്ളം വറ്റിക്കുകയാണ് കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് കാരണം കൊണ്ട് അതിൽ വെള്ളം ഉണ്ട്, വറ്റിക്കണം. അത് ഉപ്പുണ്ട്, മധുരമുണ്ട്. വേണമെങ്കിൽ പച്ചമുളക് ഉണ്ടെങ്കിൽ 2 ഇട്ടാൽ നല്ലതാട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിന്. വെറുതെ തിന്നാനും നല്ലതാണ്, കൂട്ടാൻ വയ്ക്കാനും നല്ലതാണ്. മാമ്പഴ പുളിശ്ശേരി വയ്ക്കാം. വെള്ളമൊക്കെ വറ്റിയിട്ട് ഒരുവിധം വെള്ളം വറ്റി. ഇനി കുറച്ച് വെള്ളമേ ഉള്ളൂ, സാരമില്ല, നമുക്കത് സൂക്ഷിച്ച് വയ്ക്കാം. ചെപ്പിലാക്കിയിട്ട് ചൂടാറിയതിന് ശേഷം കേട്ടോ, ചെപ്പിലാക്കിയിട്ട് നിറയാക്കാം. ഇതിൻ്റെ അടി ഒന്നിങ്ങനെ കരിഞ്ഞ പോലെ കേട്ടോ. എന്താ വെച്ചാൽ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു, തീ നന്നായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. ചിലതിൻ്റെ അടിയൊന്ന് പിടിച്ചിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത് വെള്ളം ഒഴിക്കണം എന്ന് പറഞ്ഞാൽ. തീ മീഡിയത്തിലും വെക്കണം. ഇങ്ങനത്തെ മാങ്ങ ഒരു 4 എണ്ണം ഉണ്ടെങ്കിൽ, 6 എണ്ണം ഉണ്ടെങ്കിൽ ഒരു ദിവസത്തെ മാമ്പഴ കൂട്ടാനായി. ഇത് കുറേ ദിവസത്തേക്കുള്ള മാമ്പഴ കൂട്ടാനുള്ള മാങ്ങയിട്ട് നിറച്ചാക്കി വയ്ക്കാം. മാക്സിമം ഇതിൽ സ്റ്റോർ ചെയ്യാം. തട്ടി നോക്കാം കേട്ടോ, ചിലപ്പോൾ ഇത്തിരി കൊണ്ട് ഇറങ്ങി കിട്ടും. കുലുക്കി നോക്കി. സൈഡിൽ നിന്നൊക്കെ ഒന്ന് തുടച്ച് കളയാം. എന്നിട്ട് നന്നായിട്ട് ചൂടാറിയതിന് ശേഷമാണ് കുപ്പിയിലാക്കേണ്ടത്.
അഥവാ ഇത്തിരി ചൂടുണ്ടായാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മളതിനെ അടച്ചു വെക്കണമെങ്കിൽ എന്തായാലും ചൂടാറണം. അതായത് ഇന്ന് ആവി വെള്ളം വരാൻ പാടില്ല. അടച്ചു വെക്കാട്ടെ നന്നായിട്ട്. ബാക്കി ഇത്രയുണ്ട്, ഒരെണ്ണം കഴിക്കാം. എന്താ ടേസ്റ്റ് എന്നറിയോ? ഉപ്പും മധുരവും ഒക്കെ ഇട്ടുള്ള ടേസ്റ്റാണ്. നല്ല മധുരമുണ്ട്, ഉപ്പുണ്ട്. ഞാൻ ചിലപ്പോൾ ഉണ്ടാക്കുമ്പോൾ പച്ചമുളക് ഇടും. പച്ചമുളക് ഇടുക അല്ലേ? ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, മാങ്ങ ഇല്ലാത്ത സമയത്ത് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമായിരിക്കും കേട്ടോ ഇത് ഇങ്ങനെ ഉണ്ടാക്കിയാൽ. ഇത്തിരി മധുരം ഇട്ടാൽ പിന്നെ പറയേ വേണ്ട, സൂപ്പറാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. മാങ്ങ കിട്ടുമ്പോൾ കുറേ അധികം മാങ്ങ വരുമ്പോൾ ഇങ്ങനെ സൂക്ഷിച്ച് വയ്ക്കാൻ നോക്കുക കേട്ടോ.